ശ്രീ ഫ്രാൻസിസ് ജോർജും ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇവിടെ ബാലകൃഷ്ണപിള്ള സാറ് അനുസ്മരിക്കുകയായിരുന്നു കെ എം മാണി. അപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ഒരു തരത്തിലും ഈ വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിക്കുക, പ്രതികരിക്കുക, ആ രീതി ഉണ്ടായിട്ടില്ല, കലഹിക്കുന്നൊരു സ്വഭാവക്കാരനുമായിരുന്നില്ല കെ എം മാണി എന്ന്. ഇത് ശരിയായിരിക്കുമ്പോൾ പോലും നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആ മണ്ഡലത്തിൽ വ്യക്തിവിദ്വേഷമില്ല എങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ച് തന്നെ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുക, വ്യക്തികളെ കേന്ദ്രീകരിച്ച് തന്നെ അതിൽ പിളർപ്പുകൾ ഉണ്ടാവുക, ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങയുടെ പിതാവുമായി കെ എം മാണിക്കുള്ള ബന്ധം, അങ്ങേക്ക് കെ എം മാണിയുമായുള്ള ബന്ധം, ഇതിലൊക്കെ ഏറ്റിറക്കങ്ങളുണ്ട്, വ്യക്തിതലത്തിൽ തന്നെ സംഭവിച്ച ഏറ്റിറക്കങ്ങളുണ്ട്. അതാണ് പ്രസ്ഥാനങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങളും വിള്ളലുകളുമൊക്കെ ഉണ്ടാക്കുന്നത്. പലപ്പോഴും അവസരങ്ങളെ ചൊല്ലി, പലപ്പോഴും ഊഴം തെറ്റുന്നതിനെ ചൊല്ലി, ഇങ്ങനെയൊക്കെയാണ് നിർണായക തീരുമാനങ്ങളിലേക്ക്, വിട്ടുപോകലുകളിലേക്ക്, ചിലപ്പോഴൊക്കെ കൂടിച്ചേരലുകളിലേക്കൊക്കെ നിങ്ങളെ എത്തിക്കുന്നത്. അപ്പോൾ വ്യക്തിപരമായ ഈ ഒരു ക്രോധപ്രകടനമില്ലെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ ക്രോധം അത് പ്രവർത്തിക്കുന്നുണ്ട്. അത് വ്യക്തിതലത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പ്രത്യക്ഷമാകുന്നത് പ്രധാനമായും രാഷ്ട്രീയ സ്വഭാവത്തോടെയാണ് എന്ന വിലയിരുത്തൽ എത്രമാത്രം ശരിയായിരിക്കും നിങ്ങളെ എല്ലാം സംബന്ധിച്ച്? അല്ല, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയൊക്കെ പറയുമ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ അവസരത്തിൽ ഞാനത് മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരിക്കലും ഒരു വ്യക്തിപരമായ കാലുഷ്യത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. എപ്പോഴും കാണുമ്പോഴും പരസ്പരം ബന്ധപ്പെടുമ്പോഴും ഒക്കെ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു മാണി സാറിൻ്റെ എല്ലാ കഴിവുകളും അതുപോലെ മാണി സാറിൻ്റെ എല്ലാവിധ നേട്ടങ്ങളും നമ്മൾ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനൊരു പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പരാജയം എന്ന് പറയുന്നത് ഈ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒരുമിപ്പിച്ച് നിർത്തി അതിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പരാജയം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും മാണി സാറ് 65-ൽ നിയമസഭാംഗമാകുന്നു, അതിനുശേഷം 67-ൽ വരുന്നു. ഞാൻ അന്നാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്, ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന്. അവിടെ തൊട്ട് ഇങ്ങോട്ടൊരു അരനൂറ്റാണ്ട് കാലത്തെ മാണി സാറുമായിട്ടുള്ള അടുത്ത ബന്ധവും എല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ ബഹുമാനത്തോടെ ആദരവോടു കൂടി മാത്രമേ മാണി സാറിനെ എക്കാലത്തും കണ്ടിട്ടുള്ളൂ. മാണി സാറ് 70-കളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, അതിൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ പിളർപ്പുണ്ടായി. അതിലൊരു പക്ഷത്ത് മാണി സാറിൽ നിന്ന് ഇപ്പോൾ ബാലകൃഷ്ണപിള്ള സാറിനൊക്കെ ഇതിൻ്റെ എല്ലാ ചരിത്രങ്ങളും നന്നായിട്ടറിയാം. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. പക്ഷേ ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അതിനൊന്നുമുള്ള കാരണങ്ങളൊന്നും അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. യോജിച്ച് പോവുക, നല്ല രീതിയിൽ പോവുക എന്നുള്ളത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞില്ല. പക്ഷേ അതിന് ശേഷവും പിന്നീടും യോജിപ്പുകൾ ഉണ്ടായപ്പോൾ അത് യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു പരാജയമോ വീഴ്ചയായി ഞാൻ കാണുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആശയപരമായിട്ടുള്ളൊരു അടിത്തറ കൊടുക്കാൻ, അതുപോലെ തന്നെ പ്രസ്ഥാനത്തെ വളർത്താൻ, അതിനെ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് ആർക്കും നിഷേധിക്കാനായിട്ട് കഴിയുകയില്ല. അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒട്ടേറെ കാര്യങ്ങൾ, അനുകരിക്കത്തക്കതായിട്ടുള്ള ഒട്ടേറെ ഗുണങ്ങളുണ്ടായിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. കാര്യങ്ങൾ ഇവിടെ നേരത്തെ ശ്രീ ജോസഫ് വാഴക്കൻ സൂചിപ്പിച്ചതുപോലെ വായിക്കാനും പഠിക്കാനും അത് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും എല്ലാം വേണ്ടി അദ്ദേഹം നടത്തിയിരുന്ന പരിശ്രമങ്ങൾ, ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഏറ്റവും പ്രാഗൽഭ്യത്തോടു കൂടി അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തിരക്കുകൾക്കിടയിലും വായിക്കാനും പഠിക്കാനും പുസ്തകങ്ങൾ എഴുതാനും ഈ പറഞ്ഞതുപോലെ ഒരു സിദ്ധാന്തം തന്നെ ആവിഷ്കരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അപ്പോൾ ആ സിദ്ധാന്തത്തെ നമ്മൾ ഏത് രീതിയിൽ വിലയിരുത്തുന്നു എന്നൊക്കെ ഉള്ളത് വ്യത്യസ്തമായിട്ടുള്ള കാര്യം. എന്താണെങ്കിലും അങ്ങനെ ഒരു ആശയം കൊണ്ടുവരുവാനും കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ പൊതുവിൽ ആ കാലഘട്ടത്തിൽ 70-കളിൽ ഒക്കെ എന്താ പറയുക, ഒരു കായൽ രാജാക്കന്മാരുടെയും തോട്ടം മുതലാളിമാരുടെയും ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് അധിക്ഷേപിച്ചിരുന്ന അവസരത്തിൽ ആലുവ പ്രമേയത്തിലൂടെ മാണി സാർ അതിനൊരു സോഷ്യലിസ്റ്റ് മുഖം കൊടുക്കാനൊക്കെ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ, അതിനെയാണ് അദ്ദേഹം പിന്നീട് ഈ പറയുന്ന അധ്വാനവർഗ സിദ്ധാന്തം എന്നുള്ള രീതിയിലൊക്കെ രൂപപ്പെടുത്തിയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ ഏത് രീതിയിലും ഒരു നിലപാട് സ്വീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു പശ്ചാത്തലമൊക്കെ കേരള കോൺഗ്രസിന് ഒരുക്കിയ കാര്യത്തിൽ മാണി സാറിൻ്റെ പങ്ക് തീർച്ചയായിട്ടും വളരെ വലുതാണ്. പക്ഷേ അതൊക്കെ പറയുമ്പോൾ പോലും ഞാൻ പറയുന്നു, വളരെ സങ്കടത്തോടും ദുഃഖത്തോടും കൂടിയാണ് ഞാനിത് പറയുന്നത്. മാണി സാറിന് എന്തുകൊണ്ടോ ഈ പ്രസ്ഥാനത്തെ കേരളത്തിന് വേണ്ടി, കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും വേണ്ടി എല്ലാം രൂപം കൊണ്ട ഈ പ്രസ്ഥാനത്തെ ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല. അതിപ്പോൾ അദ്ദേഹത്തിന് മാത്രം തെറ്റെന്ന് ഞാൻ പറയില്ല, എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ ഒരുപക്ഷെ എല്ലാവർക്കും അതിൽ അവരുടേതായിട്ടുള്ളൊരു പങ്ക് അല്ലെങ്കിൽ ഒരു വീഴ്ച അതിലുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ
ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഈ കേരള കോൺഗ്രസ് വിഭാഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ മാണി സാറിന് നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടൊന്നും ഇപ്പോൾ ബാലകൃഷ്ണപിള്ള സാറാണ് ഞങ്ങളുടെ ഏറ്റവും തലമുതിർന്ന കാരണവർ. ബാലകൃഷ്ണപിള്ള സാറ്, മാണി സാറ്, പി ജെ ജോസഫ് സാറ്, അങ്ങനെ തുടങ്ങി ഈ നേതാക്കന്മാരെല്ലാവരും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമോ കാലുഷ്യമോ ഒന്നുമില്ല. നിർഭാഗ്യവശാൽ യോജിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാണി സാറ് ഒരു അതുല്യനായ, എന്താ പറയുക, വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. മാണി സാറിൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ മാണി സാറ് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ധനകാര്യ കമ്മീഷൻ വന്ന അവസരത്തിൽ അതിൻ്റെ നിവേദനം തയ്യാറാക്കാൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ഞാൻ ആ നിവേദനം തയ്യാറാക്കി കമ്മീഷൻ്റെ സിറ്റിംഗ് ഉച്ച കഴിഞ്ഞ് 3:30-4 മണിക്കാണ്. 2 മണിയോടുകൂടിയാണ് ഞാനത് ടൈപ്പ് ചെയ്ത് മാണി സാറിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അപ്രൂവലിനായി കൊണ്ടുചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഭക്ഷണം കഴിച്ചിട്ട് മതി, ഒന്ന് നോക്കിയാൽ മതി, കാരണം 8-10 പേജ് ഉണ്ടെന്ന് നോക്കണമല്ലോ. പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം അവിടെ ഇരുന്നത് ഓരോന്ന് വേർഡ് ബൈ വേർഡ് ആ നിവേദനം മുഴുവൻ ഓരോ വാക്കുകളും അദ്ദേഹം പെറുക്കി വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 1/4 മണിക്കൂർ എടുത്ത് അദ്ദേഹം അത് മുഴുവൻ വായിച്ച് അത്യാവശ്യം വേണ്ട തിരുത്തലുകൾ എന്നോട് പറഞ്ഞ് എല്ലാം ഏൽപ്പിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ഭക്ഷണം പോലും കഴിച്ചത്. ആ പ്രായത്തിൽ പോലും അങ്ങനെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം, അത് തീർച്ചയായിട്ടും പൊതുപ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും അനുകരിക്കത്തക്കതാണ്. എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു മരണമുണ്ടായാൽ അദ്ദേഹം തിരുവനന്തപുരത്താണ്, പിറ്റേ ദിവസം അസംബ്ലി ഉണ്ടെങ്കിൽ അദ്ദേഹം ഏത് പാതിരായ്ക്കാണെങ്കിലും തിരിച്ച് പാലായിൽ വന്ന് ആ വീട്ടിൽ സന്ദർശനം നടത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് ആ രാത്രിയിൽ തന്നെ അദ്ദേഹം മടങ്ങി തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പൊതുജീവിതത്തിൽ പാലിക്കേണ്ട, അതുപോലെ തന്നെ എപ്പോഴും നല്ല നീറ്റായിട്ട് വൃത്തിയായി ഡ്രസ്സ് ചെയ്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയല്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ നല്ല അനുകരിക്കത്തക്ക ഗുണങ്ങളാണ്. അപ്പം അങ്ങനെയെല്ലാം നല്ല ഒരു എന്താ പറയുക, ഒരു പാരമ്പര്യം, ഒരു ലെഗസി ഒരു തന്നിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അത് കേരള കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പൊതുപ്രവർത്തകർക്കും അനുകരിക്കത്തക്ക ഒട്ടേറെ നല്ല ഗുണവിശേഷങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് മാണി സാറ്. മാണി സാറിനോട് പല കാര്യങ്ങളും വിയോജിപ്പുണ്ടായിരുന്നപ്പോൾ പോലും ഈ കാര്യങ്ങളെയൊക്കെ ഞങ്ങളൊക്കെ വളരെ ആദരവോടെയും വളരെ ബഹുമാനത്തോടും കൂടിയാണ് തീർച്ചയായിട്ടും കണ്ടിരുന്നത്.